ഇതാണ് നേന്ത്രപ്പഴം വെട്ട് റാത്തീബ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ റോബസ്റ്റ് ഉണ്ടല്ലോ, റോബസ്റ്റ് ആണ് ഒന്നും കൂടിയും സ്മൂത്ത് ആയിട്ടുള്ളത്. ആ റോബസ്റ്റ് പഴത്തിന്റെ, അതിന് മറ്റെന്തോ ഒരു ഫിലിപ്പീനി പഴം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പഴം, അതാകുമ്പോൾ പെട്ടെന്ന് മുറിയും. ഇനി ഈ കത്തിയുടെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ സ്കെയിലില്ലേ, സ്റ്റീലിന്റെ സ്കെയിൽ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാക്ടീസ് വേണം. നമ്മൾ സാധാരണ ഇത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കും ഇത് ചെയ്യാൻ കഴിയും. അതിന്റെ വായ്ത്തല മൂർച്ച ഉണ്ടാവില്ല. ഈ ഫിലിപ്പീനി പഴം, അതിന് ഇനി എന്തെങ്കിലും പേരുണ്ടോന്നുണ്ട് എനിക്കറിയില്ല. അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആ പഴം കുറച്ച് ഒരു പ്രഷറിൽ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഈ വെട്ടി കഴിഞ്ഞാൽ അത് മുറിയും. എന്നാൽ തൊലി മുറിയാനുള്ള മൂർച്ച അതിനുണ്ടാവില്ല. തൊലിയിൽ വന്ന് മുട്ടുന്നുണ്ടാവും, എന്നാൽ മൂർച്ചയില്ല. ഈ ലാസ്റ്റ് വെച്ചിട്ട് ഇതെങ്ങനെ കണ്ട ആക്കിയല്ലോ, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. മൂർച്ച ഉണ്ടാവില്ല, തൊലി മുറിയില്ല. ഇതുപോലെയുള്ള പോറാട്ട് നാടകങ്ങൾ ഇവർ നടത്തുന്നത് എന്തിനാണ്? ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനാ? ഇങ്ങനെയല്ല ഇസ്ലാമിലേക്ക് ആളെ കൂട്ടിയത്. ഇങ്ങനെയുള്ള മാജിക്കുകൾ കാട്ടിയിട്ട് നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? പോക്കറ്റ് അടിക്കാര്, പണ്ട് പോക്കറ്റ് അടിക്കാരുണ്ടായിരുന്നു. പോക്കറ്റ് അടിക്കാര് വ്യാപകമായിട്ട്. ഇന്നിപ്പോ പോക്കറ്റിൽ ആരും പൈസ വെച്ച് നടക്കുന്നില്ല, ഒക്കെ ഡിജിറ്റൽ ആയിട്ടുണ്ട്. അപ്പൊ ഒക്കെ കാർഡാണ്. കാർഡ് കിട്ടിയിട്ടും വലിയ കാര്യമില്ല. പിന്നെ അതിന്റെ പാസ്വേഡ് വേണം. പാസ്വേഡ് കിട്ടിയാലും കാര്യമില്ല. നമ്മളെ പൈസ എപ്പോഴാണോ അതിൽ നിന്ന് പോകുന്നത് അപ്പൊ മൊബൈലിലേക്ക് മെസ്സേജ് വരും. ആ സമയത്ത് ഏത് ATM കൗണ്ടറിൽ നിന്ന് ആരാണ് പൈസ എടുത്തത് എന്നുള്ളത് അവിടുത്തെ CCTVയിൽ കിട്ടും. അപ്പൊ അതൊന്നും ഇപ്പോ അത്ര കണ്ട് സക്സസ് അല്ല. അപ്പൊ പണ്ട് കാലത്ത് പോക്കറ്റ് അടിക്കാരുണ്ടായിരുന്നു. ഈ പോക്കറ്റ് അടിക്കുന്ന അതിന്റെ ഇത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ബ്ലേഡ് കൊണ്ട് പോക്കറ്റ് കീറുമ്പോ ആ ആൾ അറിയാൻ പാടില്ല എന്നുള്ള. അതിന് അവരെന്താ പഠിപ്പിക്കുന്നത് വെച്ചാല്, ഈ ബലൂണിന്റെ മുകളിൽ തുണി വെച്ചിട്ട് ആ തുണി, ബലൂണ് പൊട്ടാതെ തുണി കീറിയിട്ടൊക്കെയാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ബലൂണ് പൊട്ടാതെ അതിന്റെ മുകളിലുള്ള തുണി മുറിച്ചെടുക്കാൻ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ, ഇതിപ്പോ ഒരു പഴം മുറിക്കാനാ അത്ര വലിയ പണി അല്ലേ? അത്രേ ഉള്ളൂ സഹോദരന്മാരെ. അതിൽ മേലെ ഒന്നുമില്ല. ഈ നേന്ത്രപ്പഴം റാത്തീബ്, റോബസ്റ്റ് പഴം റാത്തീബ്, പൂവമ്പഴം റാത്തീബ്, ഇതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഇങ്ങനെയുള്ള റാത്തീബുകളെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഇസ്ലാമിലുള്ളത് 5 വക്ത് നമസ്കാരം. ആദ്യം നമ്മളുടെ ഷഹാദത്ത് കലിമ നമ്മൾ ഉച്ചരിക്കണം. അത് ഉറപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുകയും വേണം. പിന്നെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള അത്തരം കാര്യങ്ങൾ, അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഇവർക്ക് പ്രാധാന്യമല്ല. ഇവരുടെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്താണ്? ഒരാളെ ശവത്തിനെ പോലെ ഇങ്ങനെ കടത്തുക, എന്നിട്ട് അതിന്റെ മുകളിൽ പഴം വെച്ചിട്ട് ഇങ്ങനെ മുട്ടുക, എന്നിട്ട് ഭയങ്കര അത്ഭുതം, പൈസയും വാങ്ങിയിട്ട് കൂടി പോകുക. ഇതാണ്. ഇത് ദീന് വളർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഓലെ പോക്കറ്റ് അതല്ലേ, കാലിയായിട്ട് കിടക്കുന്ന പോക്കറ്റ്, അതൊന്നിട്ട് വീർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പോക്കറ്റിലൊന്നും അല്ല ഒരു പൈസ കൊണ്ടുപോയില്ല, ചാക്കിലാണ്. ചാക്കിൽ കെട്ടിയിട്ട് അരവിന്ദ് ലാവിന്റെ പരിപാടിക്കൊക്കെ ചാക്കുകൾ ഇന്നോവിടെ ആ ബാക്ക് സൈഡിലെ ഡിക്കിയുടെ ഭാഗത്തേക്ക് ചാക്കുകൾ ഇങ്ങനെ കൊണ്ട് ചവിട്ടി വെക്കണ കണ്ടിട്ടില്ല നമ്മള്? അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവര് പണസമ്പാദത്തിന് വേണ്ടിയിട്ടാണ്. പണം സമ്പാദിക്കുക, ആർഭാട ജീവിതം നയിക്കുക, അതിനു വേണ്ടിയിട്ട് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുക, പറയുക എന്നതൊക്കെ ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതൊന്നും ദീനിലില്ലാത്തതാണ്. അള്ളാഹു ദീന് സത്യസന്ധമായിക്കൊണ്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ചെറിയൊരു പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹം നാം ഏവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾക്ക് സഹിക്കാനാവാത്ത മരണമല്ലേ അയാളുടെ പിഞ്ചുമകൻ മരിക്കുന്നത്, അതല്ലെങ്കിൽ പിഞ്ചു ബാലിക മരിക്കുന്നത്, അതല്ലെങ്കിൽ മക്കളുടെ മരണം. ഏതുമ്മയ്ക്കാണ് സഹിക്കാനാവുക? ഏത് ഉപ്പയ്ക്കാണ് സഹിക്കാനാവുക? കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കിക്കൊണ്ട് വളർത്തിയുണ്ടാക്കിയ സന്താനങ്ങൾ ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് വേർപിരിയുമ്പോ അത് സഹിക്കാനാവില്ലല്ലോ രക്ഷിതാക്കൾക്ക്, അതിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈമാനുള്ള സ്ത്രീ പുരുഷന്മാര് സഹിക്കാനും ക്ഷമിക്കാനും വേണ്ടിയതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ സന്തോഷ വാർത്തകൾ ആ വിഭാഗത്തിന് അറിയിക്കുന്നു. അതിൽ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അവന് സഹിക്കാനാകും, അപ്പോൾ അവന് ക്ഷമിക്കാനാകും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതാ ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുമ്പോ, കുട്ടികൾ ഇങ്ങനെ മരിച്ചു പോകുന്ന സഹോദരിമാര്, സഹാബ വനിതകൾ വല്ലാതെ വിഷമിക്കുമ്പോ, അതാ റബ്ബിന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയി കിട്ടിക്കൊണ്ട് അവിടുന്ന് അവരോട് സന്തോഷം പങ്കിടുകയാണ്.
എന്താണ് അവിടുന്ന് പഠിപ്പിക്കുന്നത്? ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നിലവിലുണ്ട്. ഒന്ന് രണ്ടെണ്ണം കേൾപ്പിക്കട്ടെ. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുമംറഅത്തിൻ മാതലഹാ സലാസത്തുൻ മിനൽ വലദി കാനൂ ഹിജാബം മിനന്നാർ. ഏതെങ്കിലും ഒരു സ്ത്രീ, ആ സ്ത്രീക്കതാ 3 കുട്ടികൾ മരിച്ചു പോയെങ്കിൽ, ഒരു സഹോദരിക്കതാ കുട്ടികൾ 3 എണ്ണമാണ് മരിച്ചു പോയതെങ്കിൽ, കാനോ ആ മക്കളായി തീരുന്നതാണ് ഹിജാബം മിനന്നാർ. ഈ മാതാപിതാക്കൾക്ക്, ഈ ഉമ്മമാർക്കതാ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് മറയാണ് കേട്ടോ. ഈ കുട്ടികൾ കാരണം അവർക്ക് വലിയ ഫള് നാളെ പരലോകത്ത് കിട്ടാനിരിക്കുന്നു. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ ഒരു സഹാബ വനിത എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. അതാ ഒരു സഹാബ വനിത ഉടനെ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, 3 കുട്ടികൾ എന്നല്ലേ അങ്ങന്ന് പറഞ്ഞത്? വസനാൻ, അത് 2 ആണെങ്കിലോ? ഒരു പക്ഷേ ആ സഹാബ വനിതയുടെ കുഞ്ഞുങ്ങൾ 2 എണ്ണം മരിച്ചിട്ടുണ്ടായിരിക്കാം. വേദന കൊണ്ട് മനസ്സ് നീറുന്ന ആ സഹോദരി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയെ 2 എണ്ണമാണെങ്കിലോ? ഖാലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസനാൻ, അതെ, അങ്ങനെയാണെങ്കിലും അവർക്ക് ആ കുഞ്ഞുങ്ങൾ നരകത്തിൽ നിന്ന് മറ തന്നെ. ഇതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സഹോദരിക്ക്, ഒരു സഹോദരന്, അവന് ആ സമയത്ത് അതോർക്കുമ്പോഴല്ലേ സഹിക്കാനാകുന്നത്, ക്ഷമിക്കാനാകുന്നത്. ഇനിയും നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമിൻ മുസ്ലിമൈനി യമൂതു ലഹുമാ സലാസത്തുൻ മിനൽ വലദി ലം യബ്ലുഗുൽ ഹിൻസ ഇല്ലാ അദ്ഖലഹുമുല്ലാഹു വഅബവൈഹിമുൽ ജന്നത ബിഫദ്ലി റഹ്മതിഹി. ഏതൊരു മുസ്ലിമായ മാതാപിതാക്കളുണ്ടോ, ആ മാതാപിതാക്കൾക്കതാ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ, കൈക്കുഞ്ഞുങ്ങളായിരിക്കെ തന്നെ പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിലക്ക് തന്നെ 3 കുഞ്ഞുങ്ങളങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു അവരെ, ആ കുട്ടികളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. വഅബവൈഹിമുൽ ജന്ന, അവരുടെ മാതാപിതാക്കളെയും ബിഫദ്ലി റഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ ഔദാര്യം നിമിത്തം അല്ലാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. മാത്രമല്ല അവിടുന്ന് പറയുകയാണ്, വയകൂനൂന അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, ഈ കുട്ടികൾ ഇങ്ങനെ സ്വർഗീയ കവാടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ, ഇങ്ങനെ അതിന്റെ അടുത്ത് പോയി നിൽക്കുന്ന നേരത്ത് ഈ മക്കളോട് പറയപ്പെടും, ഉദ്ഖുലുൽ ജന്ന, കടന്നോ സ്വർഗത്തിലേക്ക്, മക്കളെ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്കെന്ന് പറയുമ്പോ ആ കുഞ്ഞുമക്കള് പറയും, ഹത്തായ ജീഅ അബവാന, ഞങ്ങളെ ഉമ്മയെയും ഉപ്പയെയും കൂടി ഒപ്പം തരുമോ, ഞങ്ങളെ മാതാപിതാക്കളെ കൂടി ഒപ്പം തരുമോ എന്നീ കുഞ്ഞുമക്കൾ ആഗ്രഹം പറയുന്നു. ആ സമയത്തതാ കുട്ടികളോട് പറയപ്പെടുന്നതാണ്, ഉദ്ഖുലുൽ ജന്നത അൻതും, മക്കളെ നിങ്ങൾ പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക്, വാബവാക്കും, നിങ്ങളുടെ മാതാപിതാക്കളും പ്രവേശിക്കട്ടെ, ബിഫദ്ലി റഹ്മത്തില്ലാഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് മുഖേന, അല്ലാഹ് ചെയ്യുന്ന ഔദാര്യമാണത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാഫിറായ മാതാപിതാക്കൾക്ക് ഈ ഒരു സൗഭാഗ്യം ലഭിക്കുവാനില്ല. ഈമാനുള്ള മാതാപിതാക്കളാണെങ്കിൽ ആ നിലക്ക് അവർക്കതാ, ആ നിലക്കൊരു പരീക്ഷണം ദുനിയാവിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരത് സഹിച്ചവരാണെങ്കിൽ, അവരത് ക്ഷമിച്ചവരാണെങ്കിൽ, അതാ അത് മുഖേന അവർക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലെ ഉമ്മമാരോട്, ഉപ്പമാരോട് അങ്ങനെ എങ്ങാനും വല്ല പരീക്ഷണവും സംഭവിച്ചു പോയാൽ സഹിക്കേണ്ടതിന്റെ പ്രാധാന്യം, ക്ഷമിക്കേണ്ടതിന്റെ മഹത്വം ഈ വചനങ്ങളിലൂടെ പഠിപ്പിച്ചു തരുന്നു.